ഹേ സ്നോ ഫയൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ടിനു പാപ്പച്ചൻ സിനിമയെ പറ്റിയാണ്. സിനിമയുടെ ടൈറ്റിൽ കൊല്ലം കോട്ട കമ്പനി എന്നാണ്. കുറച്ച് പുതുമുഖങ്ങളും പിന്നെ നമ്മുടെ സജിൻ ഗോപുവാണ് നായകൻ. കഴിഞ്ഞ ദിവസം നടന്ന പൊതുവേദിയിൽ നമ്മുടെ ഫഹദ് പറയുണ്ടായിരുന്നു ആവേശം 2 എന്തായാലും വരും. ഒരു 2028 ആയിരിക്കും സിനിമ എന്തായാലും ഷൂട്ടിംഗ് സംഭവങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ആവേശം 2 വേണ്ടി വെയിറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ പാട്രിയോട്ട് എന്ന സിനിമയുടെ കാര്യം പറ്റി നമ്മുടെ ഫഹദ് പറഞ്ഞായിരുന്നു. ഫഹദ് തന്നെയാണ് സിനിമയുടെ വില്ലൻ. നമ്മുടെ പോസ്റ്റർ റിലീസ് ചെയ്ത സമയത്ത് എല്ലാവർക്കും അറിയായിരുന്നു നമ്മുടെ ഫഹദ് മാത്രമാണ് വേറൊരു ഡയറക്ഷനിലേക്ക് നോക്കിയിരുന്നത്. പിന്നെ ഒരു നിഗൂഢത വരുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ചിരിയിലായിരുന്നു. അത് നമുക്ക് എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ഫഹദ് ഫാസിലാണ് പാട്രിയോട്ട് എന്ന സിനിമയുടെ വില്ലൻ. സൂര്യ ഇപ്പോൾ നമ്മുടെ മലയാളി ഡയറക്ടേഴ്സിൻ്റെ ഒപ്പമാണല്ലോ. ഇപ്പോൾ ജിത്തു മാധവൻ്റെ സിനിമയിലാണ്, അതായത് സൂര്യ 47. സിനിമയുടെ കേരളത്തിലെ ഷൂട്ടിംഗ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ കുറച്ച് പെർമിഷൻ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ അവർ സെറ്റൊക്കെ കൊടുത്ത് മാറ്റി ചെന്നൈയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇനി നേരെ ഡയറക്റ്റ് ചെന്നൈയിലേക്കാണ്. ഇപ്പോൾ ഇനി അടുത്ത പോലെ നമ്മുടെ നഹാസിൻ്റെ ഒപ്പമാണെന്നും കേൾക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അമൽ നീരജിൻ്റെ ഒപ്പമൊക്കെ നമ്മുടെ സൂര്യ വരുന്നതായിട്ടുള്ള റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ഉറപ്പില്ല. എന്തായാലും നമുക്കൊരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഡെലൂലു അങ്ങനെ അതിരടി എന്ന സിനിമയിലൂടെ വീണ്ടും അങ്ങനെ വരികയാണ്. റിയ ഷിബു നമ്മുടെ സ്വാതി ആർ കൃഷ്ണ എന്ന പേരിലാണ് സിനിമയുടെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും സിനിമ നല്ല അടിപൊളി സിനിമ തന്നെ ആവട്ടെ. എന്നാൽ ആട് 3 എന്ന സിനിമയുടെ പ്രസൻറ്റിലെ കുറച്ച് ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നായിരുന്നു. സിനിമയുടെ മൊത്തം ക്യാരക്ടർ പോസ്റ്റർ ഞാൻ ഒരു ഷോർട്ടായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടുണ്ട്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഈ കാണുന്നതാണ് നമ്മുടെ ഷാജി പാപ്പൻ്റെ പോസ്റ്ററിൻ്റെ പിന്നാലെ ഷാജി പാപ്പൻ്റെ ആൾക്കാരുണ്ട്, പിന്നെ നമ്മുടെ ഫുക്കറും ഉണ്ട്. അപ്പോൾ എന്തായാലും ആട് 3 മാർച്ച് 19 എത്താണ്. അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി അടുത്തൊരു റിപ്പോർട്ട് നമ്മുടെ വിജയനെ പറ്റിയാണ്, അതായത് ജനനായകൻ. അപ്പോൾ സിനിമ ഇപ്പോൾ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ അവർ മാറ്റി വീണ്ടും സെൻസർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, കട്ടൊക്കെ ചെയ്ത്. അപ്പോൾ എന്തായാലും സിനിമ ഈ വരുന്ന 20 എത്തുന്ന റിപ്പോർട്ടുകൾ വളരെ ശക്തമായിട്ടുള്ള റൂമേഴ്സാണ്. ഒരു 99% ചാൻസാണ് സിനിമ 20th വരാൻ. അപ്പോൾ എന്തായാലും നമുക്കൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്തൊരു OTT അപ്ഡേറ്റ് ആണ്. അക്യൂസർ എന്ന സിനിമ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ കൂടെ ഈ വരുന്ന ഫെബ്രുവരി 27 റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ OTT സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.